എന്റെ ഈ പുറകെ കാണുന്ന പാലം മുകളിലേക്ക് ഉയരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഹലോ എവ്രിവൺ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വീഡനിലെ ഗോതൻബർഗ് എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. ഈ വീഡിയോയിലൂടെ ഗോതൻബർഗിലെ ട്രാൻസ്പോർട്ടേഷൻ ഏതൊക്കെ രീതിയിലൂടെയാണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഇവിടെ പ്രധാനമായും 5 രീതിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. ഒന്ന് ട്രാം, ബസ്, ഫെറി, പ്രൈവറ്റ് വാഹനങ്ങൾ, സൈക്കിളുകൾ. ഇവിടെ യാത്ര ചെയ്യുമ്പോൾ ആദ്യം പറയേണ്ടത് ട്രാമുകളെ കുറിച്ചാണ്. ഗോതൻബർഗിന്റെ ഹൃദയം ഇവിടുത്തെ ട്രാം സംവിധാനമാണ്. നഗരത്തിലെ മിക്ക പ്രധാന സ്ഥലങ്ങളിലേക്കും ട്രാം എളുപ്പത്തിൽ എത്തിച്ചേരും. ട്രാമിൽ കയറാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാസ്റ്റ് ട്രാഫിക് കാർഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മൊബൈൽ ആപ്പിൽ ടുഗോ എന്ന ആപ്ലിക്കേഷനിലൂടെ ടിക്കറ്റ് വാങ്ങാം. യൂത്തിനും അഡൽട്ടിനും ടിക്കറ്റ് നിരക്ക് വ്യത്യാസമാണ്. റോഡിലുള്ള ട്രാക്കിലൂടെ തന്നെയാണ് ട്രാം പോകുന്നത്. ടൈം വളരെ കൃത്യമായി പാലിക്കുന്നത് കൊണ്ട് യാത്രക്കാർക്ക് ഏറെ ആശ്വാസമാണ്. ഇത് കണ്ടില്ലേ, എൻ്റെ പുറകെ കാണുന്നത് ട്രാം പ്ലാറ്റ്ഫോമുകളാണ്. ഓരോ പ്ലാറ്റ്ഫോമിനും പേര് നൽകിയിട്ടുണ്ട്. എ, ബി, സി, ഇത് ഡി, ഇ. ഇനിയും പ്ലാറ്റ്ഫോമുകൾ ഏറെയുണ്ട്. A1, A2, B1, B2 അങ്ങനെ. ഈ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ട്രാമിൻ്റെ നമ്പരും ഏത് സ്ഥലത്തേക്കാണ് അവ പോകുന്നതെന്നും കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ട്രാം എത്താത്ത സ്ഥലങ്ങളിലേക്കാണ് ബസ്സുകൾ കൂടുതലും പോകുന്നത്. ട്രാം, ബസ്, ഫെറി എല്ലാത്തിനും ഇവിടെ ഒരേ ടിക്കറ്റാണ്. ഇതാണ് ഇവിടുത്തെ ബസ് ടെർമിനൽ. സോണുകൾ മാറുന്നതിനനുസരിച്ച് ടിക്കറ്റ് നിരക്കിൽ വ്യത്യാസം വരാം. ഗോതൻബർഗിൽ 3 സോണുകളാണുള്ളത്: A, B, C. അതായത് ഒരു ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് എല്ലാത്തിലും യാത്ര ചെയ്യാം, ട്രാമിലും ബസ്സിലും ഫെറിയിലും. എൻ്റെ ഈ പുറകെ കാണുന്ന പാലം മുകളിലേക്ക് ഉയരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതുപോലെയുള്ള വലിയ ബോട്ടുകൾക്കും ഷിപ്പുകൾക്കും പോകാൻ വേണ്ടിയാണ് ഈ പാലം ഇതുപോലെ ഉയർത്തുന്നത്. ഒരു ദിവസത്തിൽ ചില സമയങ്ങളിൽ മാത്രമാണ് ഇത് ഉയർത്തുന്നത്. ഗോതൻബർഗ് വെറും റോഡുകളും ട്രാക്കുകളും മാത്രമല്ല, ജലഗതാഗതവും ഇതിൻ്റെ ഭാഗമാണ്. ഇതാണ് ഇവിടുത്തെ ഫെറി ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. നിങ്ങൾ ഈ കാണുന്നത് ഗോതൻബർഗിൽ നിന്ന് ഡെൻമാർക്കിലേക്ക് പോകുന്ന ഷിപ്പാണ്, സ്റ്റെന ലൈൻ. ഒരു മിനി ക്രൂയിസ് അനുഭവമാണ് ഫെറി നമുക്ക് സമ്മാനിക്കുന്നത്. ഇത് കണ്ടില്ലേ, 2 ട്രാക്കുകൾ, ഒന്ന് നടക്കാനും ഒന്ന് സൈക്കിളുകൾക്ക് പോകാനുമാണ്. അതുമാത്രമല്ല, ഗോതൻബർഗ് ഒരു സൈക്കിൾ ഫ്രണ്ട്ലി നഗരം കൂടെയാണ്. പല ഭാഗങ്ങളിലും സൈക്കിളുകൾ ഉണ്ടാകും. യാത്രാ നിരക്ക് മണിക്കൂറിനാണ്. ട്രാഫിക് സേഫ് ആയതിനാൽ സൈക്കിൾ യാത്രയും സുഖകരമാണ്. ഇതിവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ്. സ്വീഡനിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഇവിടെ നിന്ന് ട്രെയിൻ ഗതാഗതം ഉണ്ട്. ഹൈസ്പീഡ് ട്രെയിനുകളാണ് ഗോതൻബർഗിൽ അധികവും ഉള്ളത്. ടൈം വളരെ കൃത്യമായി പാലിക്കുകയും ചെയ്യും. ഇനിയും ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയുമായി തിരിച്ചെത്തുന്നത് വരെ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സായി.